BRL 101 Overview of Retailing Unit 9 Rural Retailing and E-Tailing. റൂറൽ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, റീറ്റെയിലിംഗ് ഇൻ റൂറൽ ഏരിയ. ഗ്രാമപ്രദേശങ്ങളിലുള്ള റീറ്റെയിലിംഗ് ബിസിനസ്സിൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്താണ്? ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, ഒരു ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളായിരിക്കും കൂടുതലും ഉണ്ടായിരിക്കുക. അവർക്ക് ലിമിറ്റഡ് ഇൻകം ആയിരിക്കും, ലിമിറ്റഡ് എമൗണ്ട് ഫോർ സ്പെൻഡിങ് ആയിരിക്കും. ദെൻ ഫ്രീക്വൻസി ഓഫ് പർച്ചേസിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ റയർ ആയിരിക്കും, അപ്പോഴിപ്പോഴൊക്കെ ആയിട്ടായിരിക്കും വാങ്ങുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള റൂറൽ സെക്ടറിൽ റീറ്റെയിലിങ്ങിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് റൂറൽ സെക്ടറിലേക്ക് കൂടി ഇപ്പോൾ വ്യാപിച്ചിട്ടുണ്ട്. ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ, കൃത്യമായ ഷോപ്പുകൾ, അങ്ങനെയുള്ള നല്ലൊരു ചട്ടക്കൂടിലുള്ള റീറ്റെയിലിംഗ്. പണ്ട് ഗ്രാമങ്ങളിൽ എന്തായിരുന്നു? ആഴ്ച ചന്തകളൊക്കെ ആയിരുന്നു. ചെറിയ ചെറിയ താൽക്കാലിക കൂടാരങ്ങളൊക്കെ കെട്ടിയിട്ട് കൊണ്ടുള്ള കച്ചവടം, അതല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള കച്ചവടം. അങ്ങനെ ഒരു അൺഓർഗനൈസ്ഡ് പാറ്റേൺ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മോഡേൺ റൂറൽ റീറ്റെയിലിങ്ങിൽ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഉണ്ട്. അതിന് ഏറ്റവും ആദ്യമായി ഇനീഷ്യേറ്റീവ് എടുത്തത് ITC ആണ്. ITCയുടെ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റൂറൽ റീറ്റെയിലിംഗ് മാളാണ് ചൗപ്പൽ സാഗർ എന്നറിയപ്പെടുന്നത്. ആ ചൗപ്പൽ സാഗർ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചൗപ്പൽ സാഗറിൻ്റെ ബിൽഡിങ്ങും അവിടെയുള്ള സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗ്രാമപ്രദേശത്തിലെ ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് എന്ന് പറയുന്ന ആശയത്തിന് ഏറ്റവും ആദ്യം ഒരു സംരംഭമായിട്ട് മുന്നോട്ട് വെച്ചത് ITC ആണ്. ഈ ചൗപ്പൽ സാഗറിൻ്റെ പ്രത്യേകത, ഇവിടെ ഒരു ഫാർമർക്ക് അദ്ദേഹത്തിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ നിറച്ച ട്രാക്ടർ പോലെയുള്ള വണ്ടികളാണല്ലോ അവരൊക്കെ ഉപയോഗിക്കുക. അങ്ങനെയുള്ള ഒരു വണ്ടിയായിട്ട് ഫാർമർ വരും. ഫാർമറുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ ഒക്കെ ഉണ്ടായിരിക്കും. ഇവർക്ക് എല്ലാവർക്കും വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെ അവൈലബിൾ ആയിരിക്കും. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ അവരുടെ കയ്യിലുള്ള അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് വിൽക്കുക, പകരം അവർക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്കാണെങ്കിൽ വീട്ടിലേക്ക് വേണ്ട ആവശ്യങ്ങളായിരിക്കും, കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കളിപ്പാട്ടങ്ങളോ ഒക്കെ ആയിരിക്കും, മുതിർന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട മെഡിസിൻസ്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. ആശുപത്രിയും പ്രാഥമിക ശുശ്രൂഷ കേന്ദ്രങ്ങളും പ്രൈമറി ചെക്കപ്പ്, മണ്ണ് പരിശോധനാ കേന്ദ്രം എല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ചൗപ്പൽ സാഗർ എന്ന് പറയുന്ന ആ റീറ്റെയിൽ മാർക്കറ്റ്. അങ്ങനെ ഇന്ത്യയുടെ റൂറൽ റീറ്റെയിലിങ്ങിന് സംഭാവന ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രശസ്തരായ ബിസിനസ്സുകാർ റൂറൽ റീറ്റെയിലിങ്ങിൽ ഓർഗനൈസേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. എക്സാമ്പിളായി ടാറ്റ കെമിക്കൽസിൻ്റെയാണ് ടാറ്റ കിസാൻ സെൻസാർ. ദെൻ മഹീന്ദ്ര ശുഭ് ലാബ് ആൻഡ് മഹീന്ദ്ര കൃഷി വിഹാർ. അതേപോലെ ഗോദ്രേജ് അഗ്രോവേറ്റ് ആൻഡ് ഗുൽമോഹർ ഫുഡ്സ്, ത്രിവേണി കുശാലി ബസാർ. അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ ഇനിയുമുണ്ട്. മധ്യപ്രദേശ് ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള മാളുകൾ, അതുപോലെ തന്നെ ഉത്തർപ്രദേശ് സ്റ്റേറ്റ് അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ, അങ്ങനെ അഗ്രി മാർട്സ്, ഉത്തർപ്രദേശ് ഫാം ഇംപ്ലിമെൻറ്റ്സിനും സീഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. അതേപോലെ DCM ശ്രീറാം കൺസോളിഡേറ്റഡ് ലിമിറ്റഡ്, അവർ കൺസ്യൂമർ ഫിനാൻസ് ആൻഡ് ഇൻഷുറൻസ്, അതിനുവേണ്ടി ഒരുപാട് ഔട്ട്ലെറ്റ്സ് റൂറൽ ഏരിയാസിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതാണ് ഹരിയാലി കിസാൻ ബാസാർ, HKB എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഇന്ന് റൂറൽ റീറ്റെയിലിംഗ് സെക്ടറിൽ ഒരുപാട് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസും വലിയ വലിയ വ്യവസായികളും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റീറ്റെയിലിംഗ് യൂണിറ്റ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റൂറൽ റീറ്റെയിൽ സിനാറിയോ ഇന്ത്യയെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ രാജ്യത്ത് 780 ജില്ലകളുണ്ട് ആൻഡ് 6,60,000 വില്ലേജസ് ഉണ്ട്. 6,60,000 വില്ലേജുകളിലായി ഒരുപാട് ഗ്രാമീണർ താമസിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ്റെ അറൗണ്ട് 70% റൂറൽ ഏരിയയിലാണ്.
അപ്പോൾ ഈ റൂറൽ ഏരിയയിലുള്ള ആളുകളുടെ വികസനത്തിന് വേണ്ടി അവരുടെ സമ്പാദ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകാനും അവർക്ക് ഇൻകം ഉണ്ടാവാനും ഒക്കെയുള്ള ഒരുപാട് പദ്ധതികൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഇവരെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഫാക്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ പറഞ്ഞു 70% ഓഫ് പോപ്പുലേഷനും എവിടെയാണ് താമസിക്കുന്നത്? റൂറൽ ഏരിയയിലാണ്. എന്നാൽ 2018 കണക്ക് പ്രകാരം മറ്റ് മേഖലകളിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനേക്കാൾ കൂടുതൽ GDPയിലേക്ക് 17 മുതൽ 18% വരെ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത് ഈ റൂറൽ ഏരിയയിലുള്ള ആളുകളാണ്. റൂറൽ ഏരിയയിലുള്ള ഹൗസ് ഹോൾഡ്സും അവരൊരു അപ്പർ ലിവിങ് ക്ലാസ്സിലുള്ള, അപ്പോൾ അർബൻ ഏരിയയിലെ അപ്പർ ലിവിങ് ക്ലാസ്സിനെ പോലെ തന്നെ ആ ഒരു ട്രെൻഡിലേക്ക് ഉയരുന്ന റൂറൽ ഏരിയയിലെ ഹൗസ് ഹോൾഡ്സുമുണ്ട്. റൂറൽ ഏരിയയിൽ പർച്ചേസിങ് പാറ്റേൺ അല്ലെങ്കിൽ അവരുടെ കൺസംഷൻ പാറ്റേൺ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ആളുകളെ പോലെയല്ല. ഓൺലൈൻ മാർക്കറ്റിങ്ങിലൊക്കെ റൂറൽ ഏരിയയിലും ഇന്ന് വളരെയധികം സ്കോപ്പ് ഉണ്ട്. അതേപോലെ തന്നെ റൂറൽ ഏരിയയിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ടോയ്ലറ്റ് സോപ്സിൻ്റെയൊക്കെ മൊത്തം സെയിൽസിൽ 70% റൂറൽ ഏരിയയിൽ നിന്നാണ്. അതുപോലെ തന്നെ 2 വീലേഴ്സിൻ്റെയൊക്കെ ആകുമ്പോൾ 30%. ഓരോ വർഷത്തെയും കണക്ക് പ്രകാരമുള്ള ചില ഡാറ്റകളാണ് നമ്മൾ പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ റൂറൽ ഏരിയയുടെ കൺസംഷൻ പാറ്റേൺ ഇന്ന് അർബൻ ഏരിയയെ പോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അപ്വേർഡ് ഗോയിങ് ഗ്രാഫാണ് കാണിക്കുന്നത്. കാരണം അവരുടെ ഇൻകം ലെവലിൽ വ്യത്യാസം വരുന്നു, അവരുടെ പർച്ചേസിങ് പാറ്റേണിൽ വ്യത്യാസം വരുന്നു, അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നു. അവയെല്ലാം നമ്മുടെ റൂറൽ റീറ്റെയിലിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ റൂറൽ റീറ്റെയിലിങ്ങിന് വരുന്ന ചില സവിശേഷതകളാണ്. ഒന്ന്, ഡയറക്റ്റ് പർച്ചേസ് ആൻഡ് ഡയറക്റ്റ് സെയിൽസ് ആണ്. അതായത് നമ്മുടെ കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങി ആവശ്യക്കാർക്ക് വിൽക്കുന്നു, അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിന് വിൽക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ റൂറൽ റീറ്റെയിലിങ്ങിലുള്ളത്. അതേപോലെ തന്നെ 2-വേ സപ്ലൈ ചെയിനാണ് ഉപയോഗിക്കുന്നത്. ദെൻ കൺസ്യൂമേഴ്സ് എങ്ങനെയുള്ള പ്രൊഡക്റ്റാണ് പ്രതീക്ഷിച്ച് വരുന്നത്? ജെന്യൂയിൻ പ്രോഡക്റ്റ്സ് ആണ് പ്രതീക്ഷിച്ച് വരുന്നത്. മാക്സിമം അത് സപ്ലൈ ചെയ്യാൻ നമ്മുടെ റീറ്റെയിലേഴ്സ് ശ്രദ്ധിക്കാറുമുണ്ട്. അതേപോലെ തന്നെ റൂറൽ റീറ്റെയിലിങ്ങിലെ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ മാളുകളിൽ വളരെ പ്രസിദ്ധമായ ബ്രാൻഡിന് കീഴിലുള്ള പ്രൊഡക്റ്റും ഉണ്ടായിരിക്കും. പുതിയ പുതിയ ബ്രാൻഡുകൾ, അതായത് പുതിയ റീസെൻ്റായി മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ബ്രാൻഡുകളും അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വെൽ നോൺ ബ്രാൻഡ്സും ഉണ്ടായിരിക്കും, റീസെൻ്റ് എൻറ്റേർഡ് ബ്രാൻഡ്സും റൂറൽ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. ദെൻ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഫോർ ടൂറിസം. വില്ലേജ് മാർക്കറ്റുകളിൽ ഒരുപാട് സഞ്ചാര സാധ്യതകൾ, അതായത് ടൂറിസം, വിനോദസഞ്ചാരികൾ വരുമ്പോൾ ഒരുപാട് സെയിൽസിനും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ സെയിൽസിലൂടെ നമ്മുടെ ഫാർമേഴ്സിന് ഇൻകം ലെവൽ ഇൻക്രീസ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകൾ നമ്മുടെ റൂറൽ റീറ്റെയിലിംഗ് തുറന്നു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ടൂറിസം പ്രോജക്ട്സിനും സാധ്യതയുണ്ട്. അപ്പോൾ റൂറൽ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എങ്കിലും വളരെയധികം ഒരു ഗ്രോവിങ് ട്രെൻഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. റൂറൽ റീറ്റെയിൽ സിനാരിയോ നേരിടുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, ദെൻ പോവർട്ടി, ലാക്ക് ഓഫ് സ്റ്റോറേജ്, ലാക്ക് ഓഫ് ലിറ്ററസി ആൻഡ് ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഗ്രാമപ്രദേശങ്ങളിലുള്ള റീറ്റെയിലേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള നമ്മൾ ടൗണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അർബൻ ഏരിയാസിലുള്ള അത്രയും അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നമ്മൾക്ക് എവിടെ ലഭ്യമാവില്ല, ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജീസ് ഒക്കെ റീറ്റെയിലിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെയൊന്നും ഡാറ്റ കവറേജ് ഉണ്ടാവില്ല, നെറ്റ്വർക്ക് കവറേജ് ഉണ്ടാവില്ല. അപ്പോൾ എക്യുപ്മെൻറ്റ്സ് മാത്രം കൊണ്ടുവന്നാൽ പോരാ, അതിനുള്ള ഫെസിലിറ്റി കൂടി വേണം. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിൻ്റെ കുറവ്, പിന്നെ അവരുടെ ഇൻകം ലെവൽ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഇൻകത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ദാരിദ്ര്യം അതൊരു വലിയ ഇഷ്യൂ ആണ്.
ദെൻ അവിടെയുള്ള ആളുകൾക്ക് സാക്ഷരത കുറവാണ്, വിദ്യാഭ്യാസം കുറവാണ്, അവർക്ക് അവരുടെ കയ്യിലുള്ള സൗകര്യങ്ങൾ കുറവാണ്, പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റി കുറവാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ റൂറൽ റീറ്റെയിൽ മാർക്കറ്റുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ എല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഗവൺമെൻറ് ഒരുപാട് രീതിയിലുള്ള സപ്പോർട്ടിംഗ് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് PPP എന്നറിയപ്പെടുന്ന പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റിൻ്റെയും രണ്ടും കൂടി ചേർന്നിട്ടുള്ള പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമുകൾ. ദെൻ പ്രധാനമന്ത്രി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന. പിന്നെ പാവപ്പെട്ട ആളുകൾക്ക് അക്കൗണ്ടുകൾ, ഫ്രീ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സീറോ ബാലൻസ് അക്കൗണ്ട് സിസ്റ്റം, അതേപോലെ KYC നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്ന സിസ്റ്റം. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് PURA പ്രൊവൈഡിങ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള സാധാരണക്കാർക്ക് തൊഴിൽ ചെയ്യാനുള്ള, അവർക്ക് വരുമാനം ഉണ്ടാകാനുള്ള അവസരങ്ങളെല്ലാം ഗവൺമെൻറ് സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട്. മിനിമം വർഷത്തിൽ ഇത്ര ദിവസം നിങ്ങൾക്ക് തൊഴിൽ തരാം എന്ന് ഉറപ്പ് വരുത്തുന്ന നിയമം. അങ്ങനെ ഒരുപാട് സപ്പോർട്ടിംഗ് പ്രോഗ്രാംസ് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സവിശേഷതകൾ, ഈ റൂറൽ റീറ്റെയിലിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി ലാർജ് സ്കാറ്റേർഡ് മാർക്കറ്റ്, ചിന്നി ചിതറിക്കിടക്കുന്ന വിശാലമായ മാർക്കറ്റ്. അതായത് ഒരുപാട് ഗ്രാമപ്രദേശമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സിറ്റിയിലത്തെ പോലെ ഇങ്ങനെ കെട്ടിടങ്ങൾ അടുക്കി വെച്ചതുപോലെ ആയിരിക്കില്ല, ജോഗ്രഫിക്കലി വൈഡ് ഏരിയ കവർ ചെയ്യണം. ദെൻ രണ്ടാമതായി പറയുന്നത് ദെയർ മേജർ ഇൻകം ഈസ് ഫ്രം അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൻ്റെ പ്രത്യേകത നമുക്കറിയുന്നതാണ്, സീസൺ ഡിപ്പെൻഡൻ്റ് ആണ്. ചിലപ്പോൾ വിളവ് ഉണ്ടായേക്കാം, ചിലപ്പോൾ ഉണ്ടാവില്ല, നാച്ചുറൽ കലാമിറ്റീസ് നേരിടേണ്ടി വരും. അങ്ങനെ ഒരുപാട് റിസ്ക് നിറഞ്ഞ മേഖലയാണ്. ദെൻ ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവരുടെ ഇൻകം ലെവൽ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും അതിനനുസരിച്ച് കുറവായിരിക്കും. ദെൻ ട്രഡീഷണൽ ഔട്ട്ലുക്ക്, മാറി വരുന്ന എല്ലാ ഫാഷനുകളൊന്നും അഡോപ്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കില്ല റൂറൽ ഏരിയയിലുള്ള ആളുകൾ. അപ്പോൾ റൂറൽ റീറ്റെയിലേഴ്സ് അവരുടെ ടേസ്റ്റ് ട്രഡീഷണൽ ഔട്ട്ലുക്കാണ് എന്ന് മനസ്സിൽ കരുതി വേണം പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യാൻ. ദെൻ ഡൈവേഴ്സ്ഡ് സോഷ്യോ ഇക്കണോമിക് ബിഹേവിയർ, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികപരമായിട്ടുള്ളതും അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ സോഷ്യോ ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ പുവർ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ, ഇതെല്ലാം നമ്മുടെ റൂറൽ റീറ്റെയിലിങ്ങിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റൂറൽ റീറ്റെയിലിങ്ങിനെ പരമാവധി സ്പോൺസർ ചെയ്യാൻ അല്ലെങ്കിൽ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഏറ്റവും ആദ്യം ITC ആണ് ഇനീഷ്യേറ്റ് ചെയ്തത്. പിന്നെ ടാറ്റ കെമിക്കൽസ് അവരുടേതായ ബാസാറുകൾ കൊണ്ടുവന്നു, ഹരിയാലി ബാസാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റം. DCM ശ്രീറാം ഗ്രൂപ്പിൻ്റെ ആണ് ഹരിയാലി ബാസാർ. ITC ആണ് ഏറ്റവും ആദ്യമായി ചൗപ്പൽ സാഗർ എന്ന് പറയുന്ന ബാസാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ ടാറ്റ കെമിക്കൽസ് ആണ് ടാറ്റ കിസാൻ സെൻസർ. അങ്ങനെ ഓരോ ആളുകളും, ഇപ്പോൾ ഉത്തർപ്രദേശ് ഗവൺമെൻറ്റും മധ്യപ്രദേശ് ഗവൺമെൻറ്റും എല്ലാം നമ്മുടെ റൂറൽ റീറ്റെയിലേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. അതിൽ വരുന്നുണ്ട് റൂറൽ റീറ്റെയിൽ ദ നെക്സ്റ്റ് ഫേസ് ഇൻ റീറ്റെയിലിംഗ് എന്നാണ് CII-YES ബാങ്ക് പ്രിപ്പയർ ചെയ്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ റൂറൽ റീറ്റെയിലിൻ്റെ വളർച്ചയെക്കുറിച്ച്, അതൊരു അതായത് കൃത്യമായിട്ട് നമ്മൾ പോസിറ്റീവ് രീതിയിലുള്ള എംപ്ലോയ്മെൻറ്റിനെ ബൂസ്റ്റ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ ബൂസ്റ്റ് ചെയ്യുക, അവർക്ക് റവന്യൂവിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വളർച്ച കൈവരിക്കാൻ കഴിവുള്ള സെക്ടറാണ് റൂറൽ റീറ്റെയിലിംഗ് എന്നാണ് ഒരുപാട് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഫ്രാഞ്ചൈസിങ് കൺസെപ്റ്റ്. ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഗ്രിമെൻ്റാണ്. എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ എ മാനുഫാക്ചറർ ആൻഡ് എ ഡീലർ ഓർ എ റീറ്റെയിലർ ഓർ ബിസിനസ്മാൻ.
in which the manufacturer agrees to sell his products or service by this dealer. അതായത് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്സാണ്. ബിസിനസ് വളർത്തുക. ഏതെങ്കിലും ഒരു മാനുഫാക്ചറുടെ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫ്രാഞ്ചൈസിങ്. ഇതിലെന്ത് ചെയ്യുന്നു? ഈ മാനുഫാക്ചറർ ഒരു ഡീലർക്ക് ഒരു ഓതറൈസേഷൻ കൊടുക്കുകയാണ്, അതോറിറ്റി കൊടുക്കുകയാണ്. എന്തിനുള്ള അതോറിറ്റിയാണ് കൊടുക്കുന്നത്? ടു സെൽ ഹിസ് പ്രോഡക്റ്റ് ഓർ സർവീസ് അണ്ടർ ഹിസ് ട്രേഡ് നെയിം. ഈ മാനുഫാക്ചറുടെ ട്രേഡ് മാർക്കിന് കീഴിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോഡക്ട്സോ സർവീസുകളോ വിൽക്കാൻ വേറൊരു ഡീലർക്ക് അധികാരം കൊടുക്കുന്ന എഗ്രിമെൻ്റാണ് ഫ്രാഞ്ചൈസിങ്. അപ്പോൾ പേരും പ്രൊഡക്റ്റും ഒക്കെ നമ്മുടെ മാനുഫാക്ചറുടെ ആയിരിക്കും, പക്ഷേ ബിസിനസ് നടത്തുന്നത് വേറെ ഏതെങ്കിലും ഒരു ഡീലറായിരിക്കും. അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിലോ, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വാടക കൊടുക്കുന്നത് മാനുഫാക്ചർ ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിലാവും. അപ്പോൾ ഈ രീതിയിൽ നടത്തുന്ന ഒരു ബിസിനസ്സാണ് ഫ്രാഞ്ചൈസിങ്. ആരാണോ മാനുഫാക്ചറർ, അതായത് ആരാണോ ഈ അധികാരം നൽകുന്നത്, അദ്ദേഹമാണ് ഫ്രാഞ്ചൈസർ. ആർക്കാണോ ഈ അധികാരം ലഭിക്കുന്നത്, അദ്ദേഹമാണ് ഫ്രാഞ്ചൈസി. അപ്പോൾ ഫ്രാഞ്ചൈസറുടെ ട്രേഡ് മാർക്ക് നമ്മുടെ ഫ്രാഞ്ചൈസി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസറുടെ പേരിലുള്ള ഉൽപ്പന്നങ്ങളോ സർവീസുകളോ ഫ്രാഞ്ചൈസി വിൽക്കുന്നു. അതാണ് ഫ്രാഞ്ചൈസി. അപ്പോൾ അത് ഏതൊക്കെ തരത്തിലുണ്ട്? ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓർ ട്രേഡ് നെയിം. നമ്മുടെ ഫ്രാഞ്ചൈസറുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ട്രേഡ് നെയിമിന് കീഴിൽ ഫ്രാഞ്ചൈസി പ്രോഡക്ട്സ് വിൽക്കുന്നു. ഇപ്പോൾ രാംകോ സിമൻറ്റ്, ഡീലർമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കമ്പനി എവിടെയെങ്കിലും ആയിരിക്കും, പക്ഷേ ആ രാംകോ എന്ന് പറയുന്ന സിമൻറ്റ് രാംകോ സിമൻറ്റ് എന്ന് പറഞ്ഞ് ഇവരുടെ കടയിൽ വെച്ച് വിൽക്കുന്നു. ദെൻ രണ്ടാമതായി പറയുന്നത് ബിസിനസ് ഫോർമാറ്റ് ഫ്രാഞ്ചൈസിങ് ആണ്. ഇതിൽ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മാനുഫാക്ചറർ ഡിസ്ക്രൈബ് ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ വേണം നമ്മുടെ ഫ്രാഞ്ചൈസിയും ബിസിനസ് നടത്താൻ. ഇപ്പോൾ മാക്ഡൊണാൾഡ്സ്, പിസ്സ ഹട്ടുകൾ, ഇപ്പോൾ ചില അവിൽ മിൽക്ക് ഷോറൂമുകളൊക്കെ എല്ലാറ്റിനും ഒരേ പേരായിരിക്കും, ഒരേ ടൈപ്പ് പെയിൻ്റൊക്കെ ആയിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ടേബിൾ അറേഞ്ച്മെൻറ്റ്, കടയുടെ പെയിൻറ്റിങ്, അതെല്ലാം സിമിലർ ടൈപ്പ് ആയിരിക്കും. ദെൻ അവരുപയോഗിക്കുന്ന റെസിപ്പി ചിലപ്പോൾ ഒരേപോലെയുള്ളതായിരിക്കും. ഇപ്പോൾ ബർഗറൊക്കെ സെയിം റെസിപ്പിയിൽ ഉണ്ടാക്കാം. അങ്ങനെയുള്ള പാറ്റേൺ ആണ് ബിസിനസ് ഫോർമാറ്റ്. മൂന്നാമതായി പറയുന്നത് ടെറിട്ടോറിയൽ ഫ്രാഞ്ചൈസിങ് ആണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ സെയിൽസ് നടത്താനുള്ള അവകാശം ഒരു പർട്ടിക്കുലർ ഡീലർക്ക് നൽകുന്നു. അപ്പോൾ ആ ടെറിട്ടറി അദ്ദേഹത്തിന്, അങ്ങനെ പ്രാദേശികപരമായിട്ടുള്ള ഫ്രാഞ്ചൈസിങ്. ദെൻ മൊബൈൽ ഫ്രാഞ്ചൈസിങ്. മൊബൈൽ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുമ്പോൾ ഒരു മാനുഫാക്ചറുടെ പ്രോഡക്റ്റ് ഒരു മൊബൈൽ വാനിലാക്കി കൊണ്ട് നടന്ന് വിൽക്കാനുള്ള അവകാശം നൽകുന്നു. ദെൻ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പാണ്. ഏതെങ്കിലും ഒരു ഏരിയയിൽ ആ പ്രോഡക്ട്സ് മുഴുവൻ വിതരണം ചെയ്യാനുള്ള അവകാശം ഒരു ഫ്രാഞ്ചൈസിക്ക് നൽകുന്നു. ദെൻ കോ മാനേജ്മെൻറ്റ്. അവിടെ ഫ്രാഞ്ചൈസറും ഫ്രാഞ്ചൈസിയും കൂടെ ഒരു പർട്ടിക്കുലർ എഗ്രിമെൻറ്റിൽ ഷോറൂമിൻ്റെ എക്സ്പെൻസ് ആണെങ്കിലും അതിലത്തെ സ്റ്റോക്കിൻ്റെ സപ്ലൈ ആണെങ്കിലും എല്ലാം ഒരു പർട്ടിക്കുലർ ഷെയറിങ്, അവർ മാനേജ്മെൻറ്റ് ഷെയർ ചെയ്യുന്നു, പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ദെൻ ലീസിങ് ആണ്. അപ്പോൾ ഈ ലീസിങ് ഫ്രാഞ്ചൈസിങ്ങിൽ ബിസിനസ് നടത്താനുള്ള സ്ഥലം അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ നമ്മുടെ ഫ്രാഞ്ചൈസർ ചിലപ്പോൾ ലീസിന് എടുത്തു കൊടുക്കും. ദെൻ ലൈസൻസിങ് ആണ്. ഫ്രാഞ്ചൈസറുടെ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രാഞ്ചൈസി ബിസിനസ് നടത്തുന്നു. അടുത്തത് സർവീസാണ്. ഫ്രാഞ്ചൈസർ നൽകുന്ന എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സർവീസ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഫ്രാഞ്ചൈസി നൽകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഇപ്പോൾ എല്ലാ മാനുഫാക്ചറുടെ പേരും ട്രേഡ് മാർക്കും എല്ലാം ഫ്രാഞ്ചൈസി ഉപയോഗിക്കുകയാണ്. അതിന് പകരമായി ഫ്രാഞ്ചൈസി ചില പേയ്മെൻറ്റ് കൊടുക്കണം. ആ പേയ്മെൻറ്റുകളാണ് ഒന്ന് ഫ്രാഞ്ചൈസിങ് ഫീസ്, അവരുടെ ലേബലും ട്രേഡ് മാർക്കൊക്കെ ഉപയോഗിക്കുന്നതിന് കൊടുക്കേണ്ട ഇനീഷ്യൽ ഫീസ്. രണ്ടാമതായി പറയുന്നത് റോയൽറ്റി. ഓരോ വർഷവും അവരുടെ സെയിൽസിൻ്റെയൊക്കെ ഒരു നിശ്ചിത ശതമാനം അവർക്ക് പേയ്മെൻറ്റായി കൊടുക്കേണ്ടി വരും, അതാണ് റോയൽറ്റി ഫീസ്. പിന്നെ അഡ്വർടൈസിങ് എക്സ്പെൻസ്. അഡ്വർടൈസ്മെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ ഒരു ഷെയർ ചിലപ്പോൾ ഫ്രാഞ്ചൈസി ബിയർ ചെയ്യേണ്ടതായി വരും. ദെൻ സെയിൽസ്, പർട്ടിക്കുലർ രീതിയിലുള്ള സെയിൽസ് ആയിരിക്കണം. ചിലപ്പോൾ ഒരേ ഫോർമാറ്റ് ആവണം, ഒരേ ഇൻഗ്രീഡിയൻസ് ആവണം, ആ രീതിയിൽ വേണം പ്രോഡക്ട്സിൻ്റെ സെയിൽസ് നടത്തേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം
ഫ്രാഞ്ചൈസിങ് എഗ്രിമെൻറ്റിൽ അതിൻ്റെ സ്പെഷ്യാലിറ്റികളെ കുറിച്ച് പ്രൊവിഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്, ടെക്നിക്സ് ടു ബി യൂസ്ഡ് ടു ഗെറ്റ് യൂണിഫോമിറ്റി ഇൻ ഫ്രാഞ്ചൈസി ചെയിൻ. നമ്മൾ ഫ്രാഞ്ചൈസിങ് ബിസിനസ് നടത്തുമ്പോൾ, ചെയിൻ ബിസിനസ് നടത്തുമ്പോൾ അതിനെല്ലാം ഏകദേശം ഒരേപോലെയുള്ള ഒരു ഏകീകരിച്ച സ്വഭാവം കിട്ടാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇപ്പോൾ പിസ്സ ഹട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പിസ്സ ഹട്ടും ഏകദേശം ഒരേപോലെ നമുക്ക് തോന്നണം. അത് വർക്കേഴ്സിൻ്റെ യൂണിഫോം ആണെങ്കിലും, ആ സ്റ്റോറിൻ്റെ ലേ ഔട്ട് ആണെങ്കിലും, പ്രോഡക്റ്റിൻ്റെ ഡിസ്പ്ലേയിലാണെങ്കിലും, പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസിലാണെങ്കിലും, അത് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിലാണെങ്കിലും എല്ലാം ഒരു യൂണിഫോമിറ്റി വേണം. അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഫ്രാഞ്ചൈസി ചെയിനിൽ ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും ആദ്യമായി പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണ്. ഇപ്പോൾ ഒരു മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടാവും. ബിൽഡിങ്ങിൻ്റെ ലേ ഔട്ട് സ്റ്റൈല്, പെയിൻറ്റിങ് സ്റ്റൈല്, പ്രോഡക്റ്റിൻ്റെ ഡിസ്പ്ലേ സ്റ്റൈല്, അങ്ങനെ ഓരോ ഫ്രാഞ്ചൈസിക്കും ആ മാനുഫാക്ചറർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടാവും. അത് നമ്മുടെ ഫ്രാഞ്ചൈസികൾ ഫോളോ ചെയ്യണം. ദെൻ രണ്ടാമതായി പറയുന്നത് ഡീറ്റെയിൽഡ് പ്രോസസ്സസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓരോ പ്രോഡക്ട്സും എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഫോർമാറ്റിന് ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾക്കറിയാം കൊക്കക്കോള, അതൊക്കെ ഓരോരോ റീജിയണിലനുസരിച്ചാണ് പാക്ക് ചെയ്ത് വരിക. പക്ഷേ അത് എങ്ങനെയാണ്, വാട്ടർ എത്ര, അതിൻ്റെ എസൻസ് എത്ര, അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ അത് എല്ലായിടത്തും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് സിമിലർ ആയിരിക്കും, ഷുഗർ കണ്ടൻറ്റ് എല്ലാം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഫ്രാഞ്ചൈസിയിലും ഒരേപോലെ ഫോളോ ചെയ്യാൻ പറയണം. മൂന്നാമതായി മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മുടെ ഫ്രാഞ്ചൈസർ പീരിയോഡിക്കൽ റിപ്പോർട്ട്സ് ആവശ്യപ്പെടും. ഇടയ്ക്കിടയ്ക്ക് ഫ്രാഞ്ചൈസിയുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം റിപ്പോർട്ടുകളായി ഫ്രാഞ്ചൈസർ ആവശ്യപ്പെടും. അപ്പോൾ നമ്മുടെ ഫ്രാഞ്ചൈസി അത് സെൻഡ് ചെയ്ത് കൊടുക്കണം. ദെൻ ഫീൽഡ് ഓഡിറ്റ്. ചില സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഫ്രാഞ്ചൈസർ എന്ത് ചെയ്യും, ഈ ഫ്രാഞ്ചൈസികളിലെത്തി അവിടെയുള്ള ഡോക്യുമെൻറ്റ്സ് ഓഡിറ്റ് ചെയ്യും. അപ്പോൾ അവിടെയുള്ള ഇൻഫർമേഷൻസ് ആണെങ്കിലും, കണക്കുകളാണെങ്കിലും, അതിൻ്റെ ഡാറ്റ ആണെങ്കിലും എല്ലാം അവർക്ക് കൃത്യമായി ഫ്രാഞ്ചൈസർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഫീൽഡ് ഓഡിറ്റുകൾ കണ്ടക്ട് ചെയ്യാം. ദെൻ അടുത്തതായി പറയുന്നത് മിസ്റ്ററി ഷോപ്പറാണ്. മിസ്റ്ററി ഷോപ്പർ എന്ന് പറയുമ്പോൾ ഫ്രാഞ്ചൈസികൾ നടത്തുന്ന കടയിലേക്ക് ഷോപ്പിങ്ങിന് വേണ്ടി ചില ആളുകളെ പറഞ്ഞയക്കും. നമ്മുടെ ഫ്രാഞ്ചൈസറാണ് അയക്കുന്നുണ്ടായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ഏജൻസ് ആയിരിക്കും. അവർ സാധാരണ ഷോപ്പിങ്ങിന് വരുന്ന ആളുകളുടെ പോലെ വന്ന് ഷോപ്പ് ചെയ്യും. എന്നിട്ട് ആ കടയെക്കുറിച്ചിട്ടുള്ള ഡാറ്റ എല്ലാം കളക്ട് ചെയ്തിട്ട് ഫ്രാഞ്ചൈസർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെയുള്ള മിസ്റ്ററി ഷോപ്പേഴ്സിനെയും നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ദെൻ ഒരു ഫ്രാഞ്ചൈസിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഫ്രാഞ്ചൈസർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റാൻഡിംഗ് ആണ്. നമ്മുടെ ഫ്രാഞ്ചൈസ് ചെയ്യുന്ന ആ ബിസിനസ് അത് കൊണ്ടു നടക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫ്രാഞ്ചൈസിക്ക് ഉണ്ടോ എന്ന് നോക്കണം. അതല്ലാതെ വെറുതെ ഫ്രാഞ്ചൈസിങ് കൊടുത്തു, അത് ആ ബിൽഡിംഗ് അതേപോലെ പെയിൻറ്റ് ചെയ്യാനോ അവിടെ അതിനനുസരിച്ച് പ്രോഡക്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാനോ ഒന്നും കഴിവില്ലാത്ത, പൈസ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആ ഫ്രാഞ്ചൈസിങ് മാനുഫാക്ചറുടെ പേര് കൂടി കളയും. അപ്പോൾ ഫിനാൻഷ്യൽ കപ്പാസിറ്റി നോക്കണം. രണ്ടാമതായി ഇൻഫ്രാസ്ട്രക്ചർ പരിഗണിക്കണം. ഈ ഫ്രാഞ്ചൈസി ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് ഫ്രാഞ്ചൈസർ ഉറപ്പുവരുത്തണം. മൂന്നാമതായി പറയുന്നത് റെപ്യൂട്ടേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മളുടെ ഈ ബിസിനസ് മേഖലയിൽ ബിസിനസ് നടത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, നമ്മുടെ ഫ്രാഞ്ചൈസിക്ക് അത്യാവശ്യം റെപ്യൂട്ടേഷൻ ഉണ്ടോ, ഇദ്ദേഹം ലോയൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ദെൻ ലാസ്റ്റിൽ പറയുന്നത് കോമ്പാറ്റബിലിറ്റി ഇൻ വർക്കിംഗ് സ്റ്റൈൽ. നമ്മൾക്ക് ഈ മാനുഫാക്ചറർക്ക് ഒരു സ്റ്റൈൽ ഉണ്ടാവും. അദ്ദേഹം ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് അതേപോലെ ഫോളോ ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസിയാണ് കിട്ടേണ്ടത്. സർവീസ് ഓറിയൻറ്റഡ് ആയി ബിസിനസ് നടത്തുന്ന ഒരു ഫ്രാഞ്ചൈസർ ആണെങ്കിൽ ലാഭം ഉണ്ടാക്കണമെന്ന് കൊതിക്കുന്ന ഒരു ഫ്രാഞ്ചൈസിയെ കിട്ടിയാൽ നമ്മൾക്ക് ആ സർവീസ് കറക്റ്റായി പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാനുഫാക്ചററുടെ ബിസിനസ് ഒബ്ജക്റ്റീവിനെ ഫോളോ ചെയ്യുന്ന, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫ്രാഞ്ചൈസിയെ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ദെൻ ഫ്രാഞ്ചൈസർ അവരുടെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും ഇൻഗ്രീഡിയൻസിനെ കുറിച്ചും എല്ലാം കംപ്ലീറ്റ് ഇൻഫർമേഷനും
ഫ്രാഞ്ചൈസിക്ക് നൽകണം, അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കണം, നമ്മുടെ വർക്കേഴ്സിന് വേണമെങ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ നന്നായി കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയാൽ ഏതൊരു ബിസിനസ്സും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഐഡിയയാണ് ഫ്രാഞ്ചൈസിങ്. എന്നാലും ഫ്രാഞ്ചൈസിങ്ങിനും അഡ്വാൻറ്റേജസും ഉണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്. അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഫ്രാഞ്ചൈസിങ്. ഫ്രാഞ്ചൈസിങ് എഗ്രിമെൻറ്റിലൂടെ ബിസിനസ് എക്സ്പാൻഷൻ എന്നുള്ള ഒബ്ജക്റ്റീവാണ് ഫ്രാഞ്ചൈസർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല നല്ല ഫ്രാഞ്ചൈസികളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ബിസിനസ് എക്സ്പാൻഷൻ എന്നുള്ള ഐഡിയ വർക്കൗട്ട് ആവുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? ഏറ്റവും ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്മാൾ ഡീലേഴ്സിന് ബിഗ് മാനുഫാക്ചറേഴ്സിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ബെനഫിഷ്യലാണ്. പുതിയതായി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾക്ക് ചെറിയൊരു ഡീലറാണെങ്കിൽ വളരെ പെട്ടെന്ന് പ്രശസ്തമായ ഒരു ബ്രാൻഡിൻ്റെ ബിസിനസ് നമ്മൾ ഫ്രാഞ്ചൈസിങ്ങിലൂടെ അവൈലബിൾ ആക്കി നടത്തുകയാണെങ്കിൽ അത് എൻറ്റർപ്രനേഴ്സിന് ഹെൽപ്ഫുള്ളാണ്. ദെൻ ലെസ് റിസ്ക്. ഫ്രാഞ്ചൈസിക്ക് റിസ്ക് കുറവാണ്. പ്രോഡക്റ്റ് ഫ്രാഞ്ചൈസറുടെ പേരിലുള്ളതാണ്, നമ്മൾ അതിൻ്റെ വിതരണം മാത്രമേ ചെയ്യുന്നുള്ളൂ, അപ്പോൾ റിസ്ക് കുറവായിരിക്കും. ദെൻ മൂന്നാമതായി പറയുന്നത് എക്സ്പാൻഡ് ബിസിനസ്. ഫ്രാഞ്ചൈസിക്ക് പ്രശസ്തനായ ഫ്രാഞ്ചൈസറുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരെ വേഗം വികസിപ്പിച്ചെടുക്കാൻ കഴിയും. ദെൻ ലോക്കൽ റിലേഷൻസ് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. ഫ്രാഞ്ചൈസർ എവിടെയോ ഉള്ള ഒരു മാനുഫാക്ചറർ ആയിരിക്കും, അദ്ദേഹത്തിന് എല്ലാ ജോഗ്രഫിക്കൽ ഏരിയയിലും റിലേഷൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഓരോ ലൊക്കാലിറ്റിയിലും നമ്മൾ ഓരോ റീറ്റെയിലേഴ്സിനെ, അതായത് ഫ്രാഞ്ചൈസി റീറ്റെയിലേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലോക്കൽ ഏരിയയിൽ റിലേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ലോക്കൽ റിലേഷൻഷിപ്പിൻ്റെ ബെനിഫിറ്റ്സ് നമ്മുടെ ബിസിനസ്സിന് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. ദെൻ റാപ്പിഡ് ഗ്രോത്താണ്. നന്നായി വർക്ക് ചെയ്യുന്ന ഫ്രാഞ്ചൈസികളാണെങ്കിൽ അവർക്ക് വളരെ വേഗം ബിസിനസ് എക്സ്പാൻഡ് ചെയ്യും. അതിലൂടെ തന്നെ ഫ്രാഞ്ചൈസറുടെ ബിസിനസ്സിനും വികസനം വരും. ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫ്രാഞ്ചൈസിങ്ങിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഏറ്റവും ആദ്യമായി പറയുന്നത് ഡിഫിക്കൾട്ട് ടു അട്രാക്റ്റ് ഗുഡ് ഫ്രാഞ്ചൈസീസ്. നമ്മളൊരു മാനുഫാക്ചററാണെങ്കിൽ നല്ല ഫ്രാഞ്ചൈസികളെ കിട്ടിയിട്ടേ നമ്മൾക്ക് ബിസിനസ്സിന് എക്സ്പാൻഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഫ്രാഞ്ചൈസികളെ കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ദെൻ രണ്ടാമതായി പറയുന്നത് ഹൈ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ചില ഫ്രാഞ്ചൈസികൾക്ക്, സ്മാൾ ബിസിനസ് എൻ്റർപ്രണേഴ്സിന് അവർക്ക് ഫ്രാഞ്ചൈസി തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ അതിന് വേണ്ടി വരുന്ന കോസ്റ്റ് അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പോൾ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലായ്പ്പോഴും ഫ്രാഞ്ചൈസിങ്ങിലൊരു പ്രോബ്ലമാണ്. ദെൻ നോട്ട് ഈസി ടു മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ്. നമ്മൾ പറഞ്ഞു ഫ്രാഞ്ചൈസിങ്ങിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഒരു ബേസിക് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ബേസിക് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരും ഒരേപോലെ ചെയ്യണം. അത് എല്ലായ്പ്പോഴും പ്രാക്ടിക്കൽ ആവാറില്ല. ദെൻ പുവർ പെർഫോമൻസ് ഓഫ് ഫ്രാഞ്ചൈസി വിൽ അഫക്റ്റ് ദ ഗുഡ് വിൽ ഓഫ് ഫ്രാഞ്ചൈസർ. ചില ഫ്രാഞ്ചൈസികൾ എന്ത് ചെയ്യും? അവരുടെ പെർഫോമൻസ് വളരെ മോശമായത് കാരണം അവർ ഏത് പ്രോഡക്റ്റാണോ വിൽക്കുന്നത് ആ പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറുടെ ഗുഡ് വില്ലിനെ വരെ അത് ബാധിക്കാറുണ്ട്. ദെൻ പെയിൻ ഓഫ് എഡ്യൂക്കേറ്റിംഗ് ആൻഡ് ട്രെയിനിങ്. ഒരു ഫ്രാഞ്ചൈസിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ് ഡീറ്റെയിൽസ് എല്ലാം അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എത്രമാത്രം ഫ്രാഞ്ചൈസികൾ ഓപ്പൺ ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം ഇത് പഠിപ്പിച്ചു കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഫ്രാഞ്ചൈസർ ഫേസ് ചെയ്യേണ്ടി വരും. ദെൻ ലാസ്റ്റ് പറയുന്നത് ജോഗ്രഫിക്കൽ ഏരിയ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ സെയിം പ്രോഡക്റ്റ് സിമിലർ നാച്ചുറൽ കൊടുക്കുമ്പോൾ എല്ലാ ഏരിയയിലും അത് എന്തായിക്കൊള്ളണമെന്നില്ല, സക്സസ് ആവില്ല. ഇപ്പോൾ ഇംഗ്ലീഷുകാർക്ക് ബർഗർ ഇഷ്ടമാണ്, കേരളത്തിലും കുറേ ആൾക്കാർക്ക് ബർഗറൊക്കെ ഇഷ്ടമുണ്ടായിരിക്കും, ചില ഏരിയകളിൽ അതിന് പ്രിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഏരിയയിലെ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് നമ്മൾക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രോബ്ലംസൊക്കെ ഫ്രാഞ്ചൈസിങ്ങിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്രയുമാണ് ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഫ്രാഞ്ചൈസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ആയിട്ട് പറയാൻ കഴിയുന്നത്. ദെൻ നമ്മളുടെ ഈ ചാപ്റ്ററിൽ 9ാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് അല്ലെങ്കിൽ ഇ-ടെയിലിംഗ്. ഇ-ടെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പെർഫോമൻസ് ഓഫ് റീറ്റെയിൽ ബിസിനസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്
ഇൻ്റർനെറ്റ് ഓർ ഓൺലൈൻ ഫെസിലിറ്റീസ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി റീറ്റെയിലിംഗ് ബിസിനസ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോണിക് ടെയിലിംഗ് അല്ലെങ്കിൽ ഇ ടെയിലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യുന്നതും ആ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നതും ഓർഡറിൻ്റെ ഡെസ്പാച്ച് ഡീറ്റെയിൽസ് നൽകുന്നതും എല്ലാം ഓൺലൈനിലൂടെയാണ്. നമ്മൾ നേരിട്ട് പോയി പ്രൊഡക്റ്റ് കണ്ട് വാങ്ങുന്നില്ല, തൊട്ടു നോക്കുന്നില്ല. പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാം ഈ ഫോണിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന വിവരങ്ങൾ മാത്രമേ നമ്മൾക്കുണ്ടായിരിക്കുള്ളൂ. അങ്ങനെയുള്ള ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് ഇലക്ട്രോണിക് റീറ്റെയിലിങ്ങിൽ വരുന്നത്. ഈ ടൈലേഴ്സ്, ഇപ്പോൾ ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് നടത്തുന്ന ബിസിനസ്സുകാരെ നമ്മൾ ഇ ടൈലേഴ്സ് എന്ന് പറഞ്ഞു. 2 രീതിയിലുള്ള ഇ ടൈലേഴ്സ് ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ദ ഗ്രൂപ്പ് വിച്ച് ക്യാരീസ് ഓൺലി ഇ ടെയിലിംഗ്. ഇലക്ട്രോണിക് കൊമേഴ്സ് മാത്രം നടത്തുന്നു, വെറും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് മാത്രം നടത്തുന്ന കമ്പനികളുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദേ ആർ കമ്പൈനിങ് ഇ കൊമേഴ്സ് വിത്ത് ഫിസിക്കൽ ഷോപ്പ്. അവർക്ക് കടയുണ്ടായിരിക്കും, ഒരു റീറ്റെയിൽ ഷോപ്പ് ഉണ്ടായിരിക്കും, അതിലൂടെയുള്ള നോർമൽ റീറ്റെയിൽ ബിസിനസ് ക്യാരി ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഓൺലൈനിലുള്ള ഓർഡറിന് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരുപാട് റീറ്റെയിലേഴ്സ് ചൂസ് ചെയ്യുന്ന മെത്തേഡ് ഈ രണ്ടാമത്തെ മെത്തേഡാണ്. അവർക്ക് റീറ്റെയിൽ ഷോപ്പും ഉണ്ടാവും, ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഭാഗമായിട്ട് അവർ ഓൺലൈൻ പർച്ചേസ് ആൻഡ് സെയിൽസും നടത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഓൺലൈൻ പർച്ചേസ് ആൻഡ് സെയിൽസ് നടത്തുമ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. കസ്റ്റമേഴ്സിന് ശാന്തമായി അവനവൻ്റെ വീട്ടിൽ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പ്രൊഡക്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി ഇഷ്ടം പോലെ തിരയാം. ഒരു കടയിൽ ചെന്ന് 10 ചുരിദാർ നോക്കി അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നത് പോലെയല്ല, ഓൺലൈനിലാവുമ്പോൾ നമുക്ക് വേണ്ടത്ര സ്ക്രോൾ ചെയ്ത് തിരഞ്ഞ് നമ്മൾക്ക് സ്യൂട്ടായ പ്രോഡക്റ്റ് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് കടയിലേക്ക് പോവേണ്ട ആവശ്യമില്ല, അവിടുത്തെ തിരക്ക് അനുഭവിക്കേണ്ട, നമുക്ക് യാത്ര ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, വീട്ടിലിരുന്ന് തിരഞ്ഞെടുക്കാം. എല്ലാവർക്കും കൂടെ നോക്കി അവനവന് സ്യൂട്ടായത് തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ വിലയും കുറവായിരിക്കും. കടയിൽ പോയി വാങ്ങുന്ന പ്രോഡക്റ്റിന് അത്ര വില ഉണ്ടാവില്ല ഫോണിലൂടെ ഓർഡർ ചെയ്യുമ്പോൾ. കാരണം എന്താ, ആ ബിസിനസ്സുകാർക്ക് ഫോണിലൂടെ ട്രാൻസാക്ഷൻസ് മാത്രം നടത്തുന്ന റീറ്റെയിൽ ബിസിനസ്സുകാർക്ക് അവർക്ക് ഓവർ ഹെഡ് എക്സ്പെൻസ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ഒരു മിനിമം കോസ്റ്റിൽ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ കഴിയും. അതേപോലെ അവർക്ക് റിയൽ എസ്റ്റേറ്റ് കോസ്റ്റ് വരുന്നില്ല. ഒരുപാട് എക്സ്പെൻസ് ആ റീറ്റെയിലേഴ്സിന് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണിലൂടെ പ്രോഡക്റ്റ് അയച്ചു തരുമ്പോൾ നമ്മൾ കടയിൽ പോയി വാങ്ങുന്ന പ്രോഡക്റ്റിനേക്കാൾ വിലക്കുറവുണ്ടായിരിക്കും. പിന്നെ വൈഡ് വെറൈറ്റിയാണ്. ഒരുപാട് കമ്പനികളുടെ പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ ഫോണിലിരുന്ന് തരാം. ഇപ്പോൾ ഒരു 3-4 കട കയറി ഇറങ്ങുന്ന ആ ബുദ്ധിമുട്ട് നമുക്ക് ഫോണിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി റീറ്റെയിലേഴ്സ് സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ നടത്താറുണ്ട്, സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് നടത്താറുണ്ട്, അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഗേറ്റ്വേസ്, അങ്ങനെ ഒരുപാട് ടെക്നിക്സ് നമ്മൾ ഇലക്ട്രോണിക് റീറ്റെയിലിങ്ങിൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് റീറ്റെയിലിങ്ങിനും ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിന് ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് റീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യമായി പറയുന്നത് ഈസി ആൻഡ് കംഫർട്ടബിൾ ആണ്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളുടെ ഇഷ്ടം പോലെ എവിടെ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, രാത്രിയോ പകലോ എന്നുള്ള ഒരു വ്യത്യാസവും. നമ്മുടെ ഇഷ്ടമുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം, വേണ്ടപ്പോൾ ക്യാൻസൽ ചെയ്യാം, ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാം, ക്യാഷ് ഓൺ അപ്പം തന്നെ, അതായത് ട്രാൻസാക്ഷൻ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ റെഡി ക്യാഷ് പേയ്മെൻറ്റ് നടത്താം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ട് പേയ്മെൻറ്റ് കൊടുക്കാം. ദെൻ ആ പ്രോഡക്റ്റ് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം, വന്നതിന് ശേഷം റിട്ടേൺ ചെയ്യാം. ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ദെൻ രണ്ടാമതായി പറയുന്നത് ഈ ഡീലേഴ്സിനുള്ള അഡ്വാൻറ്റേജാണ് പറയുന്നത് നോ റിയൽ എസ്റ്റേറ്റ് കോസ്റ്റ്. ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കേണ്ടതോ അല്ലെങ്കിൽ സ്ഥലം ടൗണിലെ സെൻറ്ററിൽ ഷോപ്പ് വയ്ക്കാൻ വേണ്ടി ഹൈ പ്രൈസ് കൊടുത്ത് സ്ഥലം വാങ്ങിക്കേണ്ട ആവശ്യം, അങ്ങനെ റിയൽ എസ്റ്റേറ്റ് കോസ്റ്റേ വരുന്നില്ല. അതേപോലെ മെയിൻ്റനൻസ് ചാർജും വരുന്നില്ല. സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട, ആ എല്ലായ്പ്പോഴും ഡിസ്പ്ലേ ഒക്കെ ചെയ്യുക, ആൾക്കാർ വരുമ്പോൾ അത് കാണിച്ചു കൊടുക്കുക, വീണ്ടും എടുത്ത് വയ്ക്കുക, അങ്ങനെയുള്ള യാതൊരു ചാർജും വരുന്നില്ല. ദെൻ ബെറ്റർ ഇൻ്ററാക്ഷൻ വിത്ത് കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനിലൂടെയാണ്, മെസ്സേജുകളിലൂടെയാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇൻ്ററാക്ഷൻ നടത്താനുള്ള സൗകര്യവുമുണ്ട്. ഒരു കടയിലെ എല്ലാവരും കൂടെ തിരക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവരോടും ഒരുമിച്ച് സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ ഓൺലൈൻ ആകുമ്പോൾ റീറ്റെയിലേഴ്സിന് അവരുടെ സൗകര്യപൂർവ്വം ഇൻ്ററാക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ലാസ്റ്റിൽ പറയുന്നത് ലാർജ് കവറേജാണ്.
ഒരു കടയാവുമ്പോൾ ആ കടയിൽ ഒരു ദിവസം വരുന്ന കസ്റ്റമേഴ്സിനൊരു പരിധിയുണ്ട്. പക്ഷേ ഫോണിലൂടെ സെർച്ച് ചെയ്ത് ഓർഡർ ചെയ്യുന്നതിന് അങ്ങനെ യാതൊരു ലിമിറ്റും ഇല്ല. എത്ര കസ്റ്റമേഴ്സിനെ വേണമെങ്കിൽ നമ്മൾക്ക് ലഭ്യമായിരിക്കും. അത്രയും കസ്റ്റമേഴ്സിനെ കവർ ചെയ്യാൻ പറ്റും. ഇനി ഇതിനുള്ള ലിമിറ്റേഷൻസ്, ഇതെല്ലാം ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ടും വരും. ഏറ്റവും ആദ്യം പറയുന്നത് ദ കസ്റ്റമേഴ്സ് കനോട്ട് ടച്ച്, സീ ഓർ സ്മെൽ ദ പ്രോഡക്റ്റ്. നമുക്ക് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് തൊട്ട് നോക്കാനോ കാണാനോ ഒന്നുമില്ല. ഈ സ്ക്രീനിൽ കണ്ട പരിചയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പ്രോഡക്റ്റ് കയ്യിൽ എത്തുന്നത് വരെ. രണ്ടാമതായി പറയുന്നത് ദർ മേ ബി എ ചാൻസ് ഓഫ് ചേഞ്ച്. നമ്മൾ ഫോണിൽ കണ്ട കളറൊന്നും ആവില്ല ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് എത്തുമ്പോൾ. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫെയിലർ, നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഓൺലൈനിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഫെയിലാവുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ, പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാ ഇൻഫർമേഷനൊന്നും നമ്മൾക്ക് ലഭ്യമാവില്ല. പിന്നെ റൂറൽ മാർക്കറ്റ് കവർ ചെയ്യാൻ പറ്റില്ല. റീറ്റെയിലേഴ്സ് നേരിടുന്ന പ്രധാന പ്രശ്നം അർബൻ ഏരിയാസിലെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് കൂടുതലുള്ള അർബൻ ഏരിയാസിൽ ഇത് സക്സസ് ആണ്. പക്ഷേ അത്രയധികം ഇൻ്റർനെറ്റോ സ്മാർട്ട് ഫോൺസോ ഒന്നും എത്തിച്ചേരാത്ത റൂറൽ ഏരിയ മാർക്കറ്റ് സെഗ്മെൻറ്റ് നമ്മൾക്ക് കവർ ചെയ്യാൻ കഴിയില്ല. ദെൻ ഇനാഡിക്വേറ്റ് ഇൻഫർമേഷൻ, നമ്മൾക്ക് പ്രോഡക്റ്റിനെ കുറിച്ച് അത്ര പ്രോപ്പർ ഇൻഫർമേഷനൊന്നും ലഭിക്കില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ദോഷങ്ങളുമുണ്ട്. ഓൺലൈനിൽ പലപ്പോഴും നമ്മൾ സൈസൊക്കെ, പ്രൊഡക്റ്റിൻ്റെ സൈസൊന്നും നമ്മൾ വിചാരിച്ച അത്ര, ഇപ്പോൾ ബോട്ടിൽസൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിക്ചറിൽ കാണുമ്പോൾ നമുക്ക് നല്ല സൈസുള്ളതായി തോന്നും, പക്ഷേ റിയലായി വരുമ്പോൾ വളരെ ചെറുതായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് റീറ്റെയിലിങ്ങിൽ. എന്ത് തന്നെയാണെങ്കിലും റീറ്റെയിലേഴ്സിന് വളരെയധികം വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സെക്ടറാണ് ഇലക്ട്രോണിക് റീറ്റെയിലിംഗ്. കാരണം കൺസ്യൂമേഴ്സിനും അത് സൗകര്യമാണ്, റീറ്റെയിലേഴ്സിനും സൗകര്യമാണ്. അവർക്ക് ഒരുപാട് കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്രയാണ് നമ്മൾക്ക് യൂണിറ്റ് 9 പഠിക്കാനുള്ളത്, റൂറൽ റീറ്റെയിലിംഗ് ആൻഡ് ഇ-ടെയിലിംഗ്.